Fourth question. Prove that all three triangles have the same area. അല്ലേ? എന്താണ്? ഒരു ട്രയാങ്കിളിനെ 3 സ്മോൾ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ട്രയാങ്കിൾസിനും സെയിം ഏരിയ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ പിക്ചറിലോട്ട് വരാം. എന്താണ്? ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. ഇതിനെ എന്താണ് 3 സ്മോൾ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? സെൻട്രോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഓഫ് ദ മീഡിയൻ ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? അപ്പോൾ ഈ പോയിന്റ് എയിൽ നിന്നും മീഡിയൻ, ഈ AQ എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ആയിരിക്കും അല്ലേ. നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിൽ പോയിന്റിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. അതേപോലെ ബിയുടെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡിൽ പോയിന്റിലേക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ PQR എന്ന് പറയുന്നത് ഓരോ സൈഡിൻ്റെയും മിഡിൽ പോയിന്റുകളായിരിക്കും. ഇനി ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ AOB BOC AOC എന്ന് പറയുന്ന ഈ 3 ട്രയാങ്കിൾസും സെയിം ഏരിയ ആണെന്ന് തെളിയിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ മീഡിയൻസ് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയൊക്കെ നമ്മൾ തൊട്ട് മുൻപ് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹിയർ O ഈസ് ദ സെൻട്രോയിഡ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ AOനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് AQ എന്നാക്കി. അതേപോലെ COനെ എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഏതാ? BOനെയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ ഓരോന്നിൻ്റെയും അല്ലേ, തൊട്ട് മുൻപ് ചെയ്താണല്ലോ നമ്മൾ ഓരോന്നും നോക്കിയാൽ OAPയും അതേപോലെ OPBയും അല്ലേ, അല്ലെങ്കിൽ OBPയും ഇതെന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും അല്ലേ. എന്താണ്? P മിഡ് പോയിന്റ് ആയതുകൊണ്ട് AP ഈക്വൽ ടു PB ആയിരിക്കും. ഓൾട്ടിറ്റ്യൂഡും സെയിം ആയിരിക്കും അല്ലേ. കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചാണ് സെയിം ബേസും സെയിം ഓൾട്ടിറ്റ്യൂഡും വരുമ്പോൾ ഈ ഏരിയാസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ X ആണെങ്കിൽ ഇവിടെ X ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് എന്ത് വരിക? ഇവിടെ അല്ലേ, ഏതിനാ? OBQവിനും OQCക്കും എങ്ങനെയാണ് വരിക? അപ്പോൾ ഇവിടെ Y ആണെങ്കിൽ ഇവിടെയും ഏരിയ സെയിം ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഏതാണ്? OCRും OARും ഇതിനും എങ്ങനെയായിരിക്കും? ഒരെണ്ണത്തിന് Z ആണെങ്കിൽ അടുത്തതിൻ്റെ ഏരിയ Z തന്നെയായിരിക്കും അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ, Q എന്ന് പറയുന്നത് എന്താണ്? BCയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഏരിയനും ഏത് ഈ ABQ എന്ന് പറയുന്നതിൻ്റെ ഏരിയയും AQC എന്ന് പറയുന്നതിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും അല്ലേ, ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? AQCയുടെ ഏരിയ എന്ന് പറയുന്നത് ABQവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? X plus Y ആയിരിക്കും. ഇത് ഈക്വൽ ടു എന്താണ്? AQCയുടെ ഏരിയ എന്ന് പറയുന്നത് Z plus Y ആയിരിക്കും അല്ലേ. ഇനി ഇതെങ്ങനെയാണ് വരിക നോക്കിയേ? ട്രയാങ്കിൾ ABQ ഈക്വൽ ടു എന്താ പറഞ്ഞത്? X plus Y ഈക്വൽ ടു X plus X 2X plus Y. ദെൻ ഏരിയ ഓഫ് AQC എന്ന് പറയുന്നത് Z plus Y ഈക്വൽ ടു 2Z plus Y. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 2X plus Y ഈക്വൽ ടു 2Z plus Y എന്ന് പറഞ്ഞു. ഇനി 2Xനെ ഇവിടെ നിർത്തി. അപ്പോൾ എന്ത് വരും? 2Z plus Yയുടെ അടുത്തേക്ക് ഇത് -Y എന്നായിട്ട് മാറി. ഇനി Y minus Y 0 ആണല്ലേ. അപ്പോൾ എന്ത് കിട്ടി? 2X ഈക്വൽ ടു 2Z എന്ന് കിട്ടി. ഇനി Xനെ മാത്രം ഇവിടെ നിർത്തുമ്പോൾ എന്ത് വരും? 2 ഇതിലേക്ക് ബൈ ആയിട്ട് പോകും അല്ലേ. അപ്പോൾ X ഈക്വൽ ടു 2Z by 2 എന്നായി. ഇനി ഈ 2ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ എന്ത് കിട്ടി? X ഈക്വൽ ടു Z എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് സെറ്റ് എടുത്ത് നോക്കാം. എന്താണ്? ഏരിയ ഓഫ് BRC ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ARB അല്ലേ. അടുത്തത് ഏതാണ്? ഈ 2 ട്രയാങ്കിൾ എടുത്തു. ഏതൊക്കെയാ? BRCയും BRCയും ARBയും. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? R മിഡ് പോയിന്റ് ആയതുകൊണ്ട് AR ഈക്വൽ ടു CR വരും. BR എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് സെയിം ആണ് അല്ലേ. അപ്പോൾ ഈ 2 സൈഡിൻ്റെയും ഏരിയകൾ സെയിം ആയിരിക്കും അല്ലേ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അല്ലേ. അപ്പോൾ X plus Z ഈക്വൽ ടു എന്ത് വരും? Y plus Z വരും അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എഴുതാം? area of BRC equal to area of triangle ARB. X plus Z equal to Y plus Z.
ഇനി എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് സെഡ് ഈക്വൽ ടു 2y പ്ലസ് സെഡ്. ഇനി 2x ഇവിടെ നിർത്തുമ്പോൾ സെഡ് എന്തായി മൈനസ് സെഡ് എന്നായി. ഇനി അപ്പോൾ 2x ഈക്വൽ ടു സെഡ് 0 ആയി അല്ലേ, സെഡ് മൈനസ് സെഡ് 0 ആയി. അപ്പോൾ 2x ഈക്വൽ ടു 2y എന്ന് കിട്ടി. അപ്പോൾ എക്സിനോട് നിർത്തുമ്പോൾ എന്ത് വന്നു, 2yയുടെ അടുത്തേക്ക് 2/2 എന്നായി. അപ്പോൾ ഇത് ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് എക്സ് ഈക്വൽ ടു സെഡ് എന്നും കിട്ടിയിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു വൈ എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സും വൈയും സെഡും ഈക്വലാണ്. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രം 1 ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 വി ഹാവ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 3 സ്മോൾ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ഈ 3 സ്മോൾ ട്രയാങ്കിൾസ് നമുക്ക് എങ്ങനെ എഴുതാം, ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഒ ബി ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് 2x, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഒ സി ഈക്വൽ ടു വൈ പ്ലസ് വൈ 2y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ തന്നെയാണ്, y എന്ന് പറയുന്നത് എക്സിന് ഈക്വലാന്ന് പറഞ്ഞു. അപ്പോൾ 2y എന്ന് പറയുന്നതും 2xനും ഈക്വൽ തന്നെയാണ് അല്ലേ. എന്താ കാരണം, എക്സ് ഈക്വൽ ടു y ആയതുകൊണ്ട്. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഒ എ എന്ന് പറയുന്നത് സെഡ് പ്ലസ് സെഡ് 2z ആണ്. ഈ 2z എന്ത് പറയുന്നത് എന്തിന് ഈക്വലാണ്, 2xന് ഈക്വലാണ് അല്ലേ. എക്സും എന്താണ് എക്സ് ഈക്വൽ ടു സെഡ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ട്രയാങ്കിൾ എ ഒ ബി, ട്രയാങ്കിൾ ബി ഒ സി and triangle COA have equal area. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്, ലാർജ് ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ ജോയിൻ ചെയ്തിട്ട് സ്മോൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ റെഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ട്രയാങ്കിളിൻ്റെ മീഡിയൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഈ സി ഡി എന്ന് പറയുന്ന ലാർജ് ട്രയാങ്കിളിൻ്റെ മീഡിയൻ അല്ലേ, ഇത് സ്മോൾ ട്രയാങ്കിളിൻ്റെ ടോപ്പ് സൈഡ് ഏതാ എഫ് അല്ലേ, ഇതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ബൈസെക്റ്റ് ചെയ്താൽ എന്താ പ്രത്യേകത, എഫ് ജി ഈക്വൽ ടു ജി അല്ലേ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എഫ് ജി ഈക്വൽ ടു ജി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇനി അപ്പോൾ നോക്കാം എന്താണ്, ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു വരുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും, പാരലൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഇ പാരലൽ ടു എ സി അല്ലേ. അപ്പോൾ ഡി ഇ എന്ന് പറയുന്നത് ഹാഫ് എ സി ആയിരിക്കും അല്ലേ. അപ്പോൾ ഡി ഇ ഈക്വൽ ടു എഫ് സി എന്ന് കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നെക്സ്റ്റ് എന്താ, ഡി എഫ് എടുത്ത് നോക്കുക. എന്താണ് ഡി എഫ് ഏതിനാണ് പാരലായിട്ട് വരുന്നത്, ബി സിക്ക് പാരലായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഡി എഫ് ഈക്വൽ ടു എന്ത് കിട്ടി, ഹാഫ് ബി സി എന്ന് വന്നു. അതായത് ഡി എഫ് ഈക്വൽ ടു എന്ത് വന്നു, ഏതാണ് ഹാഫ് ബി സി എന്ന് പറയുന്നത്, സി ഇ ആണ് അല്ലേ. അപ്പോൾ ഡി എഫ് ഈക്വൽ ടു സി ഇ അല്ലെങ്കിൽ ഇ സി എന്ന് കിട്ടി. ഇനി ഇപ്പം നോക്കിയാൽ നമുക്ക് ഏതൊക്കെ കിട്ടി, അതായത് ഈ ഡി ഇ സി എഫ് എന്ന് പറയുന്നത്, ഡി ഇ സി എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഡി ഇയും എഫ് സിയും പാരലാണ്, അതുപോലെ ഡി എഫും ഇ സിയും പാരലാണ്, ഈക്വലാണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഒരു പാരലലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ഡി ഇ സി എഫ്, ദെർഫോർ ഡി ഇ സി എഫ് ഈസ് എ പാരലലോഗ്രാം. ഇനി പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്, ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ അല്ലേ. അതായത് എന്താണ്, ഒരു പാരലലോഗ്രാമിൻ്റെ ഡയഗണൽസ് എപ്പോഴും എന്ത് ചെയ്യും, ബൈസെക്ട് ഈച്ച് അതർ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അതായത് എഫ് ജി, ദെർഫോർ എഫ് ജി ഈക്വൽ ടു ജി ഇ എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, സെൻട്രോയിഡ് of the large and small triangles are the same. എന്താണ്, അതായത് ഈ ലാർജ് ട്രയാങ്കിളിൻ്റെയും ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ്. അപ്പോൾ നമ്മളിവിടെ സെൻട്രോയിഡ് ഇപ്പോൾ ഇവിടെ ഓ കൊടുത്തിട്ടുണ്ട്, ഈ ഫിഗർ വരച്ചിട്ടിൽ ഓ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രണ്ടെണ്ണത്തിൻ്റെയും സെൻട്രോയിഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, ഇൻ്റർസെക്ഷൻ ഓഫ് മിഡ് പോയിൻ്റ് അല്ലേ, മീഡിയൻ അല്ലേ. അപ്പോൾ ഇത് എന്താണ്, രണ്ടിൻ്റെയും സെൻട്രോയിഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇനി ഈ ഫിഗറിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം,
ഇത് എ ബി അല്ലേ, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി എന്നറിയാം അല്ലേ. അതുപോലെ ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യു, എ സിയുടെ മിഡ് പോയിന്റ് ആർ ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് സ്മോൾ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പി സി എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു മീഡിയൻ ആണ് അല്ലേ. ഇനി ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്, എയിൽ നിന്ന് മീഡിയൻ അല്ലേ, ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചു കൊടുത്തു. അതുപോലെ ബിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് എ സിയുടെ മിഡ് പോയിന്റിലേക്ക് ലൈൻ വരച്ചു കൊടുത്തു അല്ലേ, മീഡിയൻ വരച്ചു കൊടുത്തു. ദെൻ സിയിൽ നിന്ന് ഓൾറെഡി ഉണ്ട് അല്ലേ, മീഡിയൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം, ലെറ്റ് ഒ ബി ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി അല്ലേ. എന്താണ്, എ ബി സിയുടെ ട്രയാങ്കിൾ ആണ് ഒ എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് പി ക്യു ആറിൻ്റെയും എന്താണ് സെൻട്രോയിഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ. ഇനി സ്മോൾ ട്രയാങ്കിൾ പി ക്യു ആർ, ഇതിൽ എന്താണ് എൻ എന്ന് പറയുന്നത് പി ആറിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, പി എൻ ഈക്വൽ ടു എൻ ആർ എന്ന് എഴുതി. ഇനി എസ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് പി ക്യു എന്ന് പറയുമ്പോൾ പി എസ് ഈക്വൽ ടു എസ് ക്യു എന്ന് എഴുതി. ഇനി എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ആർ ക്യു എന്ന് പറയുമ്പോൾ ആർ എം ഈക്വൽ ടു എം ക്യു എന്ന് കിട്ടി അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഈ പി എം ക്യു എൻ ആർ എസ് അല്ലേ, ഇതെല്ലാതും ഇതിൻ്റെ എന്താണ് മീഡിയൻസ് ആണ് എന്ന് കിട്ടി അല്ലേ. നോക്കിക്കേ, ഈ പി എം എന്ന് പറയുന്നത് ഈ പിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കാണ് അല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ക്യൂവും ആറും അല്ല. അപ്പോൾ ഇതെല്ലാതും എന്താണ്, പി എം ക്യു എൻ ആർ എസ്, ഇതെല്ലാം എന്താണ് സ്മോൾ ട്രയാങ്കിളിൻ്റെ എന്താണ് മീഡിയൻസ് ആണ്. ഇതെവിടെയാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്, സെയിം ഓയിൽ തന്നെയാണ്. That is, the point O is the centroid of triangle PQR. Therefore, O is the centroid of the large and small triangle. Sixth question. In the picture below, H is the orthocenter of triangle ABC. Prove that A is orthocenter of triangle HBC. നമുക്ക് HBCയുടെ നമുക്ക് ഓർത്തോസെൻറ്റർ ഒന്ന് വരച്ചു നോക്കാം. എ ബി സി എന്ന ട്രയാങ്കിളിൽ എച്ച് ബി സി എന്ന സ്മോൾ ട്രയാങ്കിളിൽ ഇതിനെ നമുക്കൊരു ഓർത്തോസെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓർത്തോസെൻറ്റർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു വെർട്ടെക്സിൽ നിന്നും 90 റൈറ്റ് ആംഗിൾ വരയ്ക്കണം അല്ലേ, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. നമുക്ക് 90 വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രി നോക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ലൈൻ എന്ന് പറയുന്നത് എവിടെ, എച്ച് ഇവിടെ വരണം. നമുക്കിവിടെ 90 ഡിഗ്രി കിട്ടില്ല അല്ലേ, 90 ഡിഗ്രി വരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് 90 ഡിഗ്രി സിയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെയാണ് നമുക്ക് 90 ഡിഗ്രി വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ എച്ച് സി എന്ന് പറയുന്ന ലൈനിന് പുറത്താണ് നമുക്ക് 90 ഡിഗ്രി കിട്ടുന്നത്. അതുപോലെ ഇനി സിയുടെ വെർട്ടെക്സിൽ നിന്നും നമുക്ക് ബി എച്ചിൻ്റെ സൈഡിലേക്ക് നോക്കാം. സിയുടെ വെർട്ടെക്സിൽ നിന്ന് ബി എച്ചിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെയും നമുക്ക് ബി എച്ചിൻ്റെ സൈഡിൽ എന്ത് കിട്ടില്ല, 90 ഡിഗ്രി കിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ കുറച്ചും കൂടി നീട്ടി വെച്ചു, 90 ഡിഗ്രി നമുക്ക് കിട്ടണം അല്ലേ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇവിടെയും നമുക്ക് എന്താണ്, ബി എച്ച് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിലല്ല കിട്ടുന്നത്, എവിടെയാണ്, ബി എച്ചിൻ്റെ പുറത്താണ് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ പുറത്താണ് 2 പോയിന്റും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യണില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിയിലേക്കുള്ള ഈ ലൈൻ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കാം. അതുപോലെ സിയിൽ നിന്നുള്ള ലൈന് ഈ റൈറ്റ് ആംഗിളിൻ്റെ ലൈനിൽ കൂടെ അങ്ങോട്ട് നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ആണ് എന്ത്, ഈ ബി എച്ച് സിയുടെ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ ഈ എ ആണ് നമുക്കിവിടെ ഓർത്തോ സെൻറ്റർ കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. ഇൻ ദ ഫിഗർ എച്ച് ഇസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് എ ബി സി അല്ലേ. ഇനി ബി ഇ പെർപെൻഡിക്കുലർ ടു എ സി. സോ എ സി ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം സി ടു ബി എച്ച് അല്ലേ. നമ്മൾ ബി എച്ചിന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ അത് എവിടേക്ക് വരിക, ഈ എ സിയിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ ഏതാണ്, സിയിൽ നിന്ന് ബി എച്ചിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡാണ് ഏത് വരുന്നത്, ഈ എ സി എന്ന് വരുന്നത്. ഇനി ഇതുപോലെ സി ഡി അല്ലേ, ഈ സി ഡി എന്താണ് പെർപെൻഡിക്കുലർ ടു എ ബി. സോ എ ബി ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ബി ടു സി എച്ച് അല്ലേ. സി എച്ചിന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ എന്താണ്, ബിയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് അല്ലേ ഏതാണ് വരുന്നത്, അപ്പോൾ എ ബി ആണ് ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്. എവിടെ നിന്ന്, ബിയിൽ നിന്നുമുള്ള സി എച്ചിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് എന്ത്, ഈ എ ബി എന്ന് പറയുന്നത്.
they intersect at A. അല്ലേ, എയിലാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. സോ എ ഈസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ HBC.